രാശ എത്ര അനുഭവിച്ചാൽ തീരും പീഡനം എന്നതൊരു ചോദ്യമാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നു, അതിജീവിതയല്ലേ, ഇര തന്നെയാണ്. അതിജീവിക്കാൻ കഴിയുന്ന സാഹചര്യം സമൂഹത്തിലുണ്ടെങ്കിലല്ലേ സമൂഹത്തിൽ അതിജീവിതമാരുണ്ടാവുകയുള്ളൂ. നമുക്കറിയാം, നമ്മളെല്ലാവരും കണ്ണു തുറന്നു വെക്കുന്ന ഒരു സംഭവത്തിലാണ് നടക്കുന്നത്. അതിന് തൊട്ടു മുൻപ് നമ്മുടെ മുന്നിൽ മറ്റൊരു ഉദാഹരണമുണ്ട്. ഒരു ഗവൺമെന്റ് പ്ലീഡറുടെ അനുഭവം. അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു മാതൃക, എനിക്കും കൂടി ആയാൽ എന്ത് എന്നുള്ളതാണ് ദുഷിച്ച മനസ്ഥിതി. അതിനോട് കൂടിയാണ് പോരാടേണ്ടി വരുന്നത്. സമൂഹം അല്ലെങ്കിൽ കോടതി ഒരു പെൺകുട്ടിയുടെ സുരക്ഷയ്ക്ക്, നിയമ സുരക്ഷയ്ക്ക് ഉറപ്പാക്കി നൽകിയിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് പീഡനം ഏൽക്കേണ്ടി വരുന്നത്. മുഫ്യ പർവീണിനെ നമ്മൾ മറന്നിട്ടുണ്ടാകില്ല. എല്ലാ പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന നിയമ പോരാട്ടത്തിന് ഇറങ്ങിയ പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വരികയാണ് ഒരൊറ്റ മനുഷ്യന്റെ ദുഷിച്ച നാക്കിന്റെ പേരിൽ. അങ്ങനെ കോടതിയെ, നിയമ സംവിധാനത്തെ, പോലീസിനെയൊക്കെ ആശ്രയിക്കുന്ന സ്ത്രീകൾക്ക് അതിജീവിക്കാൻ കഴിയുന്നതല്ല നമ്മുടെ സമൂഹം എന്നുകൂടി മനസ്സിലാക്കണോ? ഞാൻ മധു ചോദ്യത്തിന് മുൻപ് തന്നെ രാഹുൽ ഈശ്വർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ക്യാമറയുടെ മുന്നിലേക്ക് എത്താൻ വൈകിപ്പോയി എന്നേ ഉള്ളൂ. ഇവിടെ രാഹുൽ ഈശ്വർ പൊതുജനങ്ങൾ അറിയണമെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അത് എനിക്കും പൊതുജനങ്ങൾ അറിയാനുള്ളൊരു കാര്യം പറയാനുണ്ട്. അതായത് ഹാഷ് വാല്യൂ മാറിയിട്ടില്ല, അതുകൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന കാര്യം. നോക്കൂ, ഒരു കോടതിയിൽ എത്തിയിട്ടില്ല. നേരത്തെ ജയശങ്കർ സാർ കൃത്യമായി പറഞ്ഞു. എന്നിരുന്നാലും ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്, കണ്ടന്റിൻ്റെ മാറിയിട്ടില്ല. പക്ഷേ മൊത്തമായിട്ടുള്ള ആ ഫയലിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്. കണ്ടന്റ് വേറെയാണ്, ഫയലിൻ്റെ വേറെയാണ്. പിന്നെ ഒരു ഫോണിലിട്ടിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിവൈസിലിട്ടിട്ടോ ഇത് ഒരു തവണ തുറക്കുമ്പോൾ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് രണ്ട് രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഒന്നുകിൽ നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു ഫോൺ കൊണ്ട് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാനും പറ്റും. ഇങ്ങനെ പല രീതിയിലും പല സ്ഥലങ്ങളിലും ഇത് കൈമാറി ചെയ്യപ്പെടുകയും പലരുടെ കയ്യിലും എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന അതിജീവിതയുടെ പ്രൈവസിയെ ബാധിക്കുന്ന സംഗതി. ഈ പ്രൈവസി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എൻ്റെ പ്രൈവസി നഷ്ടപ്പെട്ട ഒരു പക്ഷേ ഞാൻ ആത്മഹത്യ ചെയ്യും. കാരണം എനിക്ക് അത്രയും പ്രധാനപ്പെട്ടതാണ്. എൻ്റെ റൈറ്റ് ടു ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് എൻ്റെ റൈറ്റ് ടു പ്രൈവസി എന്നുള്ളത്. ഈ അതിജീവിത ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ അതിജീവിത തന്നെയാണ്. ഓരോ സമയത്തും കോടതിയിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇത് പറയുമ്പോൾ, ഇത് അന്വേഷണം നടത്തുമ്പോൾ, ഈ റിപ്പോർട്ട് വരുമ്പോൾ ഇപ്പോഴും ഇതിനെ ന്യായീകരിക്കാനും ഇതിൻ്റെ ഒപ്പം കൂടെ നിൽക്കാനും സാധിക്കുന്നു എന്നുള്ളത് വളരെ മനുഷ്യത്വമുള്ളൊരു മനുഷ്യന് സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നും കൂടി ഞാൻ പറയുകയാണ്. അത് ഒന്നാമത്തെ ഒരു ഭാഗത്ത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എൻ്റെ പ്രൈവസി നഷ്ടപ്പെട്ടു, ട്രാജിക് ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടാകുന്നു, ഷോക്കിംഗ് ആണ്. എന്നാലും ചില ജഡ്ജിമാർ ഉണ്ടാവും, ബാക്കി അവരെ ഞാൻ വിശ്വസിക്കുന്നു, നീതി കിട്ടുന്നത് വരെ പോരാടും എന്നാണ് ഇന്ന് അതിജീവിത പറഞ്ഞത്. നോക്കൂ, അതോടൊപ്പം പറയാനുള്ളത്, ഈ ജുഡീഷ്യറിയിലെ 1-2 ജഡ്ജസ് മാത്രം നന്നായതുകൊണ്ട് കാര്യമില്ല. ഇത്തരം റോട്ടൻ ആയിട്ടുള്ള ജഡ്ജസോ ജസ്റ്റിസുമാരോ മജിസ്ട്രേറ്റുമാരോ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു പുഴുക്കുത്ത് ഉണ്ടായാൽ തന്നെ അത് എൻറ്റയർ സിസ്റ്റത്തെ തന്നെ ബാധിക്കുന്ന സംഗതിയാണ്. കാരണം എനിക്കറിയില്ലല്ലോ, ഒരു ജഡ്ജിൻ്റെ ബെഞ്ചിലേക്ക് എത്തുന്ന സമയത്ത് ഈ ഓഫീസിലെ ഈ ബെഞ്ച് ക്ലർക്കാണ് ഇത് കൊണ്ടുപോയി കള്ളത്തരം കാണിക്കാൻ പോണത്, അല്ലെങ്കിൽ മറ്റൊരു ചെസ്റ്റ് സൂക്ഷിക്കുന്ന ആളാണ്. എനിക്കറിയാൻ പറ്റില്ല ഇതൊക്കെയാണ്. പക്ഷേ ഈ സിസ്റ്റം ഇങ്ങനെ റോട്ടനാവാൻ പാടില്ല. ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് ഇത്രയും ഹീനമായ ചിന്താഗതിയുള്ള ആളുകൾ ഉണ്ടാവാൻ പാടില്ല. ഇനി നാളെ ഒരു ക്ലർക്കിനെ എടുത്ത് ശിക്ഷിച്ചുകൊണ്ട് കാര്യമില്ല. കാരണം കൃത്യമായ ഒരു മാസ്റ്റർ സെർവൻറ്റ് റിലേഷൻഷിപ്പ് പോലെയാണ്. വൈഗേരിയസ് ലയബിലിറ്റി വളരെ ക്ലിയർ ആയിട്ടുണ്ട്. എൻ്റെ ഉത്തരവാദിത്വത്തിൽ, എൻ്റെ കോടതിയിൽ, എൻ്റെ ചെസ്റ്റിലിരിക്കുന്ന കാര്യങ്ങൾ അത് നഷ്ടപ്പെട്ടു പോയാൽ കേവലം ഒമിഷനോ അല്ലെങ്കിൽ നെഗ്ലിജൻസോ എന്നല്ല, എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ്, വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്, എന്നിട്ട് എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നു എന്നുള്ളതാണ്. ആരൊക്കെ കാണുമെന്ന് നമുക്കറിയില്ല. ഒരുമിച്ചിരുന്ന് എത്ര പേർക്ക് കാണാൻ സാധിക്കും? എത്ര പേർക്ക് ഫോണുകൾ ഓൺ ചെയ്ത് അത് കോപ്പി ചെയ്യാൻ സാധിക്കും? അപ്പം ഹാഷ് വാല്യൂ മാറോ, കണ്ടന്റിൻ്റെ ഹാഷ് വാല്യൂ മാറോ, മൊത്തം ഫയലിൻ്റെ ഹാഷ് വാല്യൂ മാറോ, ഒന്നുമല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എൻ്റെ പ്രൈവസി ഈസ് അറ്റ് സ്റ്റേക്ക്. എനിക്ക് ഇനിയും ഈ ജുഡീഷ്യറിയിൽ വിശ്വാസമില്ല. എൻ്റെ പ്രൈവസി സ്റ്റേക്കിലാണ് ഇവിടെ ഇപ്പോഴും ഇരിക്കുന്നത്. ഈ ജുഡീഷ്യറിയുടെ കയ്യിൽ തന്നെയാണ് എൻ്റെ ജീവിതം ഇരിക്കുന്നത്. എൻ്റെ നീതി, എൻ്റെ നേരെ ചെയ്ത അതിക്രമത്തിൻ്റെ ഉള്ള നീതി നിഷേധം. ഒരാൾ കൾപ്രിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ കൾപ്രിറ്റുകളുണ്ട്. അവർ തെറ്റാണോ, അവർ ചെയ്തതിൽ എത്രത്തോളം എവിഡൻസ് കോടതി കൊണ്ടുവരാൻ സാധിക്കുമോ, അവരെ സംശയത്തിന് അതീതമായി തെളിയിച്ചുകൊണ്ട് അവരെ കുറ്റവാളികളാക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് നെക്സ്റ്റ്. പിന്നെ ഇതിൻ്റെ എവിഡൻഷ്യറി വാല്യൂ അടുത്തത്. പിന്നെ നമ്മൾ മിറർ ഇമേജ് എടുത്ത് വെച്ചിട്ടുണ്ട്, മറ്റു പല കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ കോടതികളിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുന്ന സമയത്ത് ആ കോടതികൾക്ക് അത് സൂക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ ഈ ഭ്രാന്ത് പിടിക്കുന്ന മനുഷ്യരെ ചങ്ങലക്കിടുമ്പോൾ ഈ
അങ്ങനെയൊക്കെ ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന പോലെ ഈ കോടതികൾ ഇത്രമേൽ മോശമായാണ് കോടതിയിലെ പ്രവർത്തനമെങ്കിൽ കറപ്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്, കത്തിമാറ്റിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കൊത്താൻ ഉപയോഗിച്ച കത്തിമാറ്റി വെച്ച കേസുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. പലതും ചാരായി മാറുന്നതും വെള്ളമാവുന്നതും മണ്ണെണ്ണയാവുന്നതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇത്രയധികം ജനശ്രദ്ധയുള്ള, ഇത്രമേൽ കീഴായിട്ട് അതിജീവിത പോലും നോക്കിയിരിക്കുന്ന, എല്ലാ മനുഷ്യരും ഇതിൽ ശ്രദ്ധിക്കുന്ന, എത്രയും പെട്ടെന്ന് നീതി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റ് സംവിധാനം പോലും ഈ സ്ത്രീയുടെ ഒപ്പം നിൽക്കുന്ന, നമ്മൾ അവരെ തിരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും പൊതു സ്ട്രീമിലേക്ക് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്ന അത്രമേൽ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു മകൾ, നമ്മുടെ ഒരു അതിജീവിത, നമ്മുടെ സഹോദരി, അവരുടെ നേരെ അത് ചെയ്തിരിക്കുന്നത്. പിന്നെയും ജുഡീഷ്യറിയും കൂടി ചേർന്ന് നിന്നിട്ടാണ് ഇപ്പൊ അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ പോലെ ആൾക്കാർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഒരു ചെറിയ സംശയം പോലും ജുഡീഷ്യറിക്ക് കൊടുക്കാനും പറ്റില്ല.